ചില എന്താ പറയാ ഒരു അടയ്ക്കാക്കുരുവിയാണ് ഫാസില. വളരെ ചാമിങ് ആയിട്ട് വളരെ ഹാപ്പിയോടുകൂടി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. എപ്പം കണ്ടാലും ഭയങ്കര ഒരു കോമ്പറ്റീഷനിൽ വന്ന ഒരു ഇതോ എപ്പോഴും ചിരിച്ചുകൊണ്ടും വളരെ ഞങ്ങളുടെ ജഡ്ജസൊക്കെ ആയിട്ട് വളരെയധികം സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു കുട്ടിയാണ് ഫാസില. നമ്മൾ ജഡ്ജസിന്റെ കമന്റ്സ് പറയുമല്ലോ, ഈ കമന്റ്സ് പറയുന്ന സമയത്ത് ഫാസില അത് കേട്ട് മറ്റുള്ള ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള മത്സരാർത്ഥികളോട് നമ്മൾ പറയുകയാണെങ്കിൽ അവര് നമ്മളെന്തെങ്കിലും മൈനസ് പറഞ്ഞ ആ സ്പോട്ടിൽ അവര് പിന്നെ ഡൗൺ ആവും, ഒരു മൂഡ് ഔട്ട് പോലെയാവും. അതേ സ്ഥാനത്ത് ഫാസിൽ അത് പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കുള്ളൂ. അത് ചിരിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഒരു തവണ പറഞ്ഞത് അടുത്ത തവണ അത് ശരിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സെമി ഫൈനൽ ഒരു റൗണ്ടായിരുന്നു, അത് ലെജൻഡറി റൗണ്ടായിരുന്നു. ഞാൻ റംലത്താടെ പാട്ടിൽ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കൂടുതലും പാടുന്നത് റംലത്താടെ പാട്ടുകളാണ്. റംലത്താടെ പാട്ടുകൾ കൂടുതലും ടഫ് സോങ്സ് ആണ്, കാരണം അതിൽ ഒരുപാട് സംഗതികളൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് പാടാൻ കഴിയുമെന്ന് വിചാരിച്ച് എടുത്തപ്പോ പ്രശ്നം ടഫാണെന്ന് തോന്നി. എന്നാലും ഓക്കെ, പാടി നോക്കാൻ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സെമി ഫൈനലല്ലേ, കുറച്ച് ടഫ് സോങ് എടുക്കാന്ന് വെച്ചിട്ട് എടുത്തപ്പോൾ സ്റ്റാർട്ടിങ് റിഹേഴ്സലൊക്കെ ഒന്നും ഓക്കെ കുഴപ്പം തോന്നിയില്ല. പക്ഷെ കയറിയപ്പോൾ മെയിൻ ടെൻഷൻ പേടിയുണ്ട്, നല്ലോണം പേടിയുണ്ടായിരുന്നു. എല്ലാം വെച്ചിട്ട് കയറി പാടി തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പാട്ടിൽ പാടിയപ്പോൾ തന്നെ തോന്നി. സെമി ഫൈനലിൽ ഒരു പാട്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇനി വേറൊരു പാട്ടിൽ കയറാന്നുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. കാരണം ഒരു റൗണ്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സോങ്ങിൽ എന്തായാലും നല്ല മാർക്ക് വാങ്ങാന്നുള്ളൊരു ഇതുണ്ടായി. പക്ഷെ ഇത് ഒരു റൗണ്ട് ഉള്ളത് കാരണം ഞാൻ ഉറപ്പിച്ച് ഏതൊക്കെയായാലും ഇത്തവണ എൻ്റെ വിധി ഇതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതേപോലെ തന്നെ ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നു, ഞാൻ ഔട്ടായി. ഔട്ടായപ്പോ ഭയങ്കര വിഷമായി. കാരണം ശരിക്കും എന്റെ പ്രാക്ടീസ് കുറവും കൊണ്ട് തന്നെയാണ് പോയത്. എല്ലാവരായിട്ട് വിട്ടുപോകുന്നുള്ള വിഷമവും, ഇനി ഇതിൽ സ്റ്റേജിൽ പാടാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമവും, ഭയങ്കര വിഷമമായിരുന്നു ഇറങ്ങിയപ്പോ. ഞാൻ വിചാരിച്ചു കരയില്ല എന്നൊക്കെ, ഞാൻ ഇനി ഒന്നും കരയൊന്നുമില്ല എന്നൊക്കെ വെച്ചിട്ടാണ് എലിമിനേഷനിൽ കയറിയത്. പക്ഷെ പറ്റിയില്ല, അത്രക്ക് വിഷമായിരുന്നു. അങ്ങനെ ഔട്ടായി കഴിഞ്ഞ ശേഷം പിന്നെ വീട്ടിൽ ചെന്നിട്ടായാലും 2-3 ദിവസത്തേക്ക് എനിക്ക് പാട്ടൊക്കെ നോക്കുമ്പോൾ ഞാൻ കയറി പാടിയ പാട്ടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു. അയ്യോ, ഇനി ഇതിലേക്ക് തിരിച്ചൊരു വരവുണ്ടായില്ലല്ലോ, ഇനി എന്താ, എനിക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു 2 ദിവസം. പെട്ടെന്നാണ് മൈലാഞ്ചിയിലേക്ക് വീണ്ടും തിരിച്ചു വിളിക്കുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടത്. ശരിക്കും സന്തോഷമായി, കാരണം ശരിക്കും ഭാഗ്യം തന്നെയാണ്. ഒരു റിയാലിറ്റി ഷോയിലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഔട്ടായി പോയ കുട്ടികളെ വിളിച്ചിട്ട് മത്സരം നിർത്തിയിട്ട് അത് ഡയറക്റ്റായിട്ട് ഫൈനലിലേക്ക് കയറുകയാണ്. അയ്യോ, ഒരുപാട് സന്തോഷമായി. ഈ കിട്ടിയിരിക്കുന്ന അവസരത്തിൽ ഇതിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ലിറിക്സൊക്കെ ഒന്ന് മറന്നു പോവാതൊക്കെ ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫൈനലിൽ എത്താനായിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫാസില സെമി ഫൈനൽ റൗണ്ടിൽ പുറത്തുപോയി. ഇപ്പൊ നമുക്ക് ഫൈനലിലേക്ക് മത്സരിക്കാൻ ആ ഒരു ചെയറിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ഫാസിലയ്ക്ക് ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഓഡിയൻസ് ചോയ്സ് ആണ്. നമ്മൾ ജഡ്ജസ് ചോയ്സ്, ഓഡിയൻസ് ചോയ്സ്, ഈ 2 റൗണ്ടിലാണ് ഇനി നിങ്ങൾ മത്സരിക്കേണ്ടത്. ഫാസിലയ്ക്ക് ഓൾറെഡി സെമി ഫൈനലിൽ ഔട്ടായതിന്റെ പേരിലൊരു 4 മാർക്ക് ഗ്രേസ് ഉണ്ട്. ഗ്രേസ് മാർക്ക് ഒരു 4 ഉണ്ട്.
അതിന്റെ കൂടെ വേണം ഇനി ഈ മാർക്കുകൾ കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള മാർക്കുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നല്ല ഹൈ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. പിന്നെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ബോൾ. അറിയില്ല. fasilabanu@gmail.com ഈ മെയിൽ ഐ ഡിയിൽ നമ്മൾ ഓഡിയൻസ് ഒരു